അസ്സലാമലൈക്കും. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസാണ്. നമ്മളെ ചാനൽ 500 സബ്സ്ക്രൈബർ കൗണ്ട് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പഴം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കേക്ക് തന്നെ, ഒരു കേക്ക് മോഡലാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം അതിനായിട്ട് നമ്മളൊരു മുട്ട എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 2 മുട്ടയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. 2 മുട്ട ആഡ് ചെയ്യുമ്പോൾ അത്രത്തോണ്ട് സോഫ്റ്റ് ആവും. പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഫോർക്ക് വെച്ചിട്ട് നല്ല ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാര തന്നെ ആഡ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് മിക്സ് ആവില്ല. പിന്നെ അതിലേക്ക് നമുക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കണം. 5 ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുക. കോൺഫ്ലവർ ആഡ് ചെയ്താൽ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് മൈദയാണ്. മൈദ ആഡ് ചെയ്യുമ്പോൾ അതിൽ കൂടെ ബേക്കിംഗ് പൗഡറും കൂടി മിക്സ് ചെയ്ത് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ നല്ല തരിച്ച മൈദ ആയിരിക്കണം. ഇവിടെ ബേക്കിംഗ് പൗഡർ ഞാൻ സെപ്പറേറ്റ് ആണ് ആഡ് ചെയ്തത്. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു മുട്ടം കൂടി എടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ്നെസ് കിട്ടിക്കോളും. അപ്പോൾ മൈദ കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഞാൻ ഈ ടൈമിലാണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തത്. അത് മുമ്പ് തന്നെ ആഡ് ചെയ്യണം. മൈദയുടെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ടതായിരുന്നു. അപ്പം അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുക. ഈ പാന് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു ബട്ടറോ നെയ്യോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ബേസ് വെച്ച് കൊടുക്കാനാണ്. പിന്നെ കേക്ക് അടിയിൽ പിടിക്കാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഓയിൽ സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം പഴത്തിൻ്റെ ഓരോ പീസുകൾ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ബേസായിട്ട് നിൽക്കുക. അങ്ങനെ ബേസ് മൊത്തം വെച്ച് കൊടുത്തതിന് ശേഷം അങ്ങനെ ബാറ്റർ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഗ്യാസ് തുണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അടിയിൽ ഒരു അലുമിനിയത്തിൻ്റെ പ്ലേറ്റോ അല്ലെങ്കിൽ പഴയ ഫ്രൈങ് പാനോ എന്തെങ്കിലും വെച്ച് കൊടുക്കണം.